അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാചകത്തിന്റെ അവസാനം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കില്ലേ, ഉറപ്പ് വരുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. ഒരു വാചകത്തിന്റെ അവസാനം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കില്ലേ നമ്മള്, അത് ഒന്നും കൂടി ഉറപ്പിക്കുക, അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് ഇത്, ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് നിയമം, ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വാക്കുകൾ പഠിക്കാൻ പോവാണ്. ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകളുണ്ട്. ഈ വാക്കുകൾ നെഗറ്റീവ് അർത്ഥം പ്രതിനിധാനം ചെയ്യുന്ന കുറച്ച് വാക്കുകൾ. ഇതൊക്കെ ഈ പറയുന്ന വാക്കുകളെല്ലാം നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്യാം. നോട്ട്, നോ, nor, none. നോട്ട് തന്നെയാണ് ഇതിന്റെ അർത്ഥം, നോട്ട് എന്ന് തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ എൻ കഴിഞ്ഞ് അപ്പോസ്ട്രോഫി കഴിഞ്ഞ് ടി എഴുതുന്നു. ഓക്കെ, നോട്ട്, നോ, നോർ, നൺ, നോട്ട്, barely, rarely, seldom, nobody, no one, little, few തുടങ്ങിയ വാക്കുകൾ എന്താണ്, നെഗറ്റീവ് അർത്ഥമാണ്, അല്ലെങ്കിൽ ഇതിനെ നിഷേധാത്മകമായിട്ടുള്ള അർത്ഥം എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നോബഡി എന്നതിന്റെ അർത്ഥം എന്താ, ആരുമില്ല എന്നുള്ള അവസ്ഥയാണ് അല്ലെ. അതുപോലെ തന്നെ സെൽഡം, സെൽഡം എന്താ, സെൽഡം എന്ന വാക്കിന്റെ അർത്ഥം, സെൽഡം എന്ന വാക്കിന്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, സെൽഡം എന്നത് എവിടെ കണ്ടാലും ആ സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, നെഗറ്റീവ് വാക്ക്. മാത്രമല്ല സെൽഡം എന്നത് ഏതെങ്കിലും ഒരു വാചകത്തിൽ കണ്ടാൽ അത് ടെൻസിന്റെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ആ ചോദ്യം മനസ്സിലാക്കാൻ ഗ്രാമർ പോർഷൻ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, സെൽഡം, റയർലി, ബെയർലി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. ടാഗുമായിട്ട് ബന്ധമില്ല, ശരിയാണ്. എന്നാലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സെന്റൻസിൽ സെൽഡം അല്ലെങ്കിൽ റയർലി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, റയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരളമായി അല്ലെ, വളരെ വിരളമായ എന്ന അർത്ഥമാണ് ഇത് റയർലി എന്ന ഒരു വാക്കിന്റെ അർത്ഥം. സെൽഡം അത് തന്നെയാണ്. ഐ സെൽഡം ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ സെൽഡം ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാറില്ല എന്നാണ്. ഐ സെൽഡം ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാറില്ല. ഐ സെൽഡം ലുക്ക് ആഫ്റ്റർ മൈ ഓൾഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്റെ പ്രായമായ മാതാപിതാക്കളെ നോക്കാറില്ല. ലുക്ക് ആഫ്റ്റർ എന്നതിന്റെ അർത്ഥം എന്താ, പരിചരിക്കുക, റിസംബിൾസ് എന്ന് പറയും, പരിചരിക്കുക. ഒരു ഫ്രേസൽ വെർബാണ് എന്ത്, ലുക്ക് ആഫ്റ്റർ. ഓക്കെ, പരിചരണത്തിന്റെ ഒരു മോഡേൺ വാക്കാണ് ഇത്, ലുക്ക് ആഫ്റ്റർ. ഐ ലുക്ക് ആഫ്റ്റർ മൈ, ഐ സെൽഡം ലുക്ക് ആഫ്റ്റർ മൈ ഓൾഡ് പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വൃദ്ധരായ മാതാപിതാക്കൾ എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല. അപ്പൊ എന്താണ്, അത് നെഗറ്റീവ് അല്ലേ, നോക്കാറില്ല, പോകാറില്ല. അവിടെയൊക്കെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക, സെൽഡം എന്ന വാക്ക്. അതെങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ സിമ്പിൾ പ്രസന്റ് എവിടെ ഉപയോഗിക്കുക, ഒരു ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഞാൻ എന്നും സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നത് എന്താ, ഒരു റുട്ടീൻ അല്ലേ, സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമില്ലേ. ഞാൻ എന്നും സ്കൂളിൽ പോകുന്നുണ്ട്. ഐ ഗോസ് ടു സ്കൂൾ എവറി ഡേ, സോറി ഐ ഗോസ് ടു എന്ന് പറയില്ല, അതിന്റെ മിസ്റ്റേക്ക് ആണ്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. കാരണം ഐക്ക് ശേഷം ഗോ എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഗോസ് എന്ന് ഉപയോഗിക്കാൻ പാടുമോ, നിങ്ങൾ പറയണ്ടേ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ. ഐക്ക് ശേഷം ഗോ എന്നേ പറയാൻ പാടുള്ളൂ, ഗോസ് എന്ന് പറഞ്ഞാൽ എന്റെ മിസ്റ്റേക്ക് ആണ്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ എന്ന് പറയാറുണ്ട്. അതൊരു ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഇതന്നെ ഐ സെൽഡം
ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ? ഞാൻ തീരെ പോവാറില്ല എന്നതും എന്താണ്? ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഇത് രണ്ടും ഏത് ടെൻസിലാണ് കാണിക്കുക? സിമ്പിൾ പ്രസന്റ്. ഓർത്ത് വെച്ചോ കേട്ടോ. മത്സര പരീക്ഷയ്ക്ക് ടെൻസ് ചോദിക്കുക പ്രധാനമായിട്ടും ഇത്തരം ഇൻഡിക്കേറ്റിംഗ് വേർഡ്സിലൂടെയാണ്. ഈ വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് ഏത് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടാഗിലേക്ക് വരാം. ഇനിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്ന ഇതല്ലാത്ത വാക്കുകളുണ്ടെങ്കിൽ പറയും. നോട്ട്, നോ, നോർ, നൺ, എൻ അപ്പോസ്ട്രോഫി ടി, barely, rarely, seldom, nobody, no one, little, few. നീണ്ടോ? യെസ്, നത്തിങ്. നത്തിങ് ഉണ്ട്. നില്ലില് നില്ലുണ്ട്. നെയ്തർ ഉണ്ട്. നെയ്തർ. നോർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും വാക്കുകളല്ലേ? ഹാർഡ്ലി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഹാർഡ്ലി. സ്കേഴ്സ്ലി ഉണ്ടാവും അല്ലെ? സ്കേഴ്സ്ലി ഉണ്ടാവും. സ്കേഴ്സ്ലി കഴിഞ്ഞില്ലേ? ഇത്രയും വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട് തോന്നുന്നു അല്ലെ? അപ്പൊ ഇത്രയും വാക്കുകൾ ഇംഗ്ലീഷിൽ നെഗറ്റീവ് അർത്ഥമാണ് നമുക്ക് തരുന്നത്. നോട്ട്, നോ, നോർ, നൺ, എൻ അപ്പോസ്ട്രോഫി ടി, barely, rarely, seldom, nobody, no one, little, few, nothing, nil, neither, hardly and scarcely. ഇവ ഏതെങ്കിലും ഒരു വാക്കിൽ, ഒരു വാചകത്തിൽ കണ്ടാൽ, ഒരു സെന്റൻസിൽ നിങ്ങൾ കണ്ടാൽ ഉറപ്പിക്കണം ഇതിന്റെ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ദീസ് വേർഡ്സ് ആർ ഇൻഡിക്കേറ്റിംഗ് നെഗറ്റീവ് മീനിങ്. നമ്മൾ റൂൾ 1 ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? റൂൾ 1 ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെ ടാഗ് എഴുതേണ്ടത്? എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെ ടാഗ് എഴുതേണ്ടത്? ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബിനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? പോയിന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഓക്സിലറി വെർബ് എന്താണെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബുകൾ ഏതാണെന്ന് നമുക്കറിയാം. ഏതൊക്കെ? ഈസ്, ആം, ആർ, വാസ്, were, do, does, did, has, have, had. ഇത്രയാണ് പ്രൈമറി ഓക്സിലറി അല്ലെ? ഇനി അടുത്തതാണ് മോഡൽ ഓക്സിലറി. ഏതൊക്കെ? can, could, shall, should, will, would, may, might. പിന്നെ must, need, dare, ought to be. ഇത്രയും വാക്കുകൾ എന്താണ്? ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബാണ്. മോഡൽ ഓക്സിലറി ആണ് അല്ലെ? എന്താ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ? സഹായക ക്രിയകൾ. ഓക്സിലേഷൻ ചെയ്യണം. ഒരു സെന്റൻസിന് ഓക്സിലേഷൻ ചെയ്യണം. ഈ ഓക്സിലറി വെർബിനനുസരിച്ച് സെന്റൻസിന് അനുസരിച്ചായിരിക്കും എന്ത്? ആ സെന്റൻസിന്റെ ഗതി പോകുന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ അർത്ഥം പോകുന്നത്. ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിന്നെ കൊല്ലും. എന്റെ എബിലിറ്റിനെ കാണിക്കാനാണ്, അല്ലെങ്കിൽ എന്റെ സന്നദ്ധത കാണിക്കാണ്. ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സന്നദ്ധത, എന്റെ ചെയ്യും എന്നുള്ളതിന്റെ ഞാൻ വാണിംഗ് ആണല്ലേ ഐ വിൽ കിൽ യു. എന്നാൽ ഐ ക്യാൻ കിൽ യു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് തന്നെ കൊല്ലാൻ സാധിക്കും. എന്റെ ഒരു കഴിവിനെ പറയാണ്. അപ്പൊ ഓരോ ഓക്സിലറി വെർബിനനുസരിച്ച് എന്ത് ചെയ്യും? സെന്റൻസിന്റെ അർത്ഥം മാറും. മനസ്സിലാക്കണം. ഞാനൊരു ഇവിടെ ഒരു സെന്റൻസ് എഴുതാം. ഈ സെന്റൻസിനുള്ളിൽ ഓക്സിലറി വെർബ് നിങ്ങൾ ഏതാണെന്ന് പറയണം. ഇതിൽ ഓക്സിലറി വെർബ് ഏതാ? ഹാസ് അല്ലേ? ഹാസ് അല്ലേ? യെസ്. someone has done the work അല്ലെ? അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിനെ എടുത്ത് എഴുതണം. ഇതിൽ ഓക്സിലറി വെർബായ ഹാസ്. ഇനി ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. നമ്മൾ ഈ എഴുതിയ ഏതെങ്കിലും വാക്കുകൾ ഇതിൽ വന്നിട്ടുണ്ടോ? ആദ്യം നിങ്ങൾ ഈ വാക്ക് ബൈ ഹാർട്ട് അടിക്കണം, കാണാണ്ട് മനസ്സിലാക്കി വെക്കണം. ഇത് വരാത്ത സ്ഥിതിക്ക് ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ചില സെന്റൻസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നറിയോ? ഓക്സിലറി വെർബ് കണ്ടെത്താൻ പറ്റില്ല. ഉണ്ടായിരിക്കും,
ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും, പക്ഷെ അത് മെയിൻ വെർബിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അത്തരം സെന്റൻസുകളിൽ ഓക്സിലറി വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തെടുക്കണം. മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബിനെ എന്ത് ചെയ്യണം? പുറത്തെടുക്കണം. അതെങ്ങനെ? ഗുരുതരമായ സർജറി എന്തെങ്കിലും, ചെറിയൊരു സർജറി നമ്മൾ അതിന്റെ ഇക്വേഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഡു പ്ലസ് വെർബാണ് എന്ത്? വെർബായിട്ട് വരിക. ഓക്കെ, ഡു പ്ലസ് വെർബ് എന്താണ്? വെർബ്. അപ്പോ ഡു പ്ലസ് സിങ് എന്തായിരിക്കും? സിങ് തന്നെ ആയിരിക്കും. ഡു പ്ലസ് വെർബ് എന്തായിരിക്കും? സിങ് എന്തായിരിക്കും? സിങ് തന്നെ ആയിരിക്കും. എന്നാൽ ഡസ് പ്ലസ് വെർബ് എന്തായിരിക്കും? വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആയിരിക്കും. വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആയിരിക്കും. അപ്പോ ഡസ് പ്ലസ് സിങ് എന്തായിരിക്കും? സിങ്സ് അല്ലെ? സിങ്സ് ആവില്ലേ? ഓക്കെ. ഇനി ഇത് തന്നെ ഡിഡ് വെച്ചിട്ടാണെങ്കിൽ ഡിഡ് പ്ലസ് വെർബ് എന്തായിരിക്കും? വെർബ് പ്ലസ് ഇ ഡി ആയിരിക്കും, അല്ലെങ്കിൽ V2 ആയിരിക്കും. അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയും പറഞ്ഞൂടെ? V2 ആയിരിക്കും ഇല്ലേ? ഇപ്പോ ഡ്രോ, ഡ്രൂ, ഡ്രോൺ എന്ന് പറയുന്നുണ്ടോ? ഡ്രോ, വിഡ്രോ കേട്ടില്ലേ? വിഡ്രോ അതിന്റെ പാസ്റ്റ് എന്താ? അല്ല V2 എന്താ? വിഡ്രിയോ. അടുത്തതോ വിഡ്രോൺ ഇല്ലേ? അതില് ഈ രണ്ടാമത്തെ ഡ്രീവ് ആണ് അത് V2 ആയിട്ട് വരിക. ഡ്രോ, ഡ്രൂ, ഡ്രോൺ. അതുപോലെ ഗോ, വെന്റ്, ഗോൺ. അപ്പൊ ഡിഡ് പ്ലസ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വെർബ് പ്ലസ് ഇ ഡി ആയിരിക്കും, അല്ലെങ്കിൽ V2 ആയിരിക്കും അല്ലെ? ഡിഡ് പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ V2 കൂടി ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം എഴുതാം. ഇതിനെ നിങ്ങൾ സ്വന്തമായിട്ട്, നമുക്ക് പരീക്ഷ എടുത്തു, ഈ മറ്റുള്ളവരുടെ സഹായം വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? അതിന് ഉത്തരം എഴുതാം. ഞാനൊരു ചോദ്യം പറയാം. My brother plays football. My brother plays football. കഴിഞ്ഞു. ഇതിന്റെ ടാഗ് നിങ്ങൾ എഴുതണം. മൈ ബ്രദർ പ്ലേസ് ഫുട്ബോൾ. ഇതിന്റെ ടാഗ് നിങ്ങൾ എഴുതാണ് വേണ്ടത്. ഒരാളും പരസ്പരം ഡിസ്കസ് ചെയ്യണ്ട. എങ്ങനെയാണോ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതുപോലെ എഴുതാം. ആദ്യം ഞാൻ പറഞ്ഞു തരണോ എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ മൈ ബ്രദർ പ്ലേസ് ഫുട്ബോൾ, ഇതല്ലേ സെൻസ്? ഇതല്ലേ? നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് ആദ്യം ഓക്സിലറി വെർബിനെ പുറത്തെടുക്കണം. എപ്പോഴും ഓക്സിലറി വെർബ് എവിടെ ഉണ്ടായിരിക്കും എന്നറിയോ? എല്ലാ സെന്റൻസിലും ഓക്സിലറി വെർബ് എവിടെ ഉണ്ടായിരിക്കുക? സബ്ജക്റ്റിന് ശേഷം. എവിടെ ഉണ്ടായിരിക്കുക? സബ്ജക്റ്റിന് ശേഷമായിരിക്കും ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? മൈ ബ്രദർ ആണ്. മൈ ബ്രദറിന് ശേഷം വരുന്ന സംഭവമാണ് എപ്പോഴും ഓക്സിലറി. പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഡുവോ, ഡസോ ഒന്നും കാണുന്നില്ലല്ലോ. നേരെ തന്നിരിക്കുന്നത് മെയിൻ വെർബാണ്, പ്ലേസ്. അപ്പൊ മനസ്സിലാക്കണം, പ്രത്യക്ഷത്തിൽ ഇത് തന്നിട്ടില്ല, ഓക്സിലറി വെർബ് തന്നിട്ടില്ല. ബട്ട് എവിടെയുണ്ട്? മെയിൻ വെർബിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ എവിടെയുണ്ട്? പ്ലേസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഡസ് ഉണ്ട് ഇല്ലേ? ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ്. അപ്പൊ മനസ്സിലായി ഇതിൽ ഓക്സിലറി വെർബ് ഏതാ? ഡസ്. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കേണ്ടത്, ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കാരണം എന്താ? ഈ വാക്കുകളൊന്നും അതിൽ വന്നിട്ടില്ല, ശരിയല്ലേ? അപ്പോ ഡസ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസിന്റെ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്ത് ചേർക്കണം? വേണ്ടേ? ഡസിന്റെ ചേർക്കണ്ടേ? ശേഷം ഇതിലെ സബ്ജക്ട് എഴുതണം. ഇതിലെ സബ്ജക്ട് എടുത്ത് എഴുതണം. ഇതിലെ സബ്ജക്ട് ആരാ? മൈ ബ്രദർ. പക്ഷെ എപ്പോഴും
എപ്പോഴും സബ്ജക്റ്റ് അല്ല എഴുതുക, പ്രൊനൗൺ ആണ് എഴുതുക. ഇവിടുത്തെ വ്യക്തിക്ക് അനുസരിച്ച് മൈ ബ്രദർ ആവുകൊണ്ട് ഹീ എഴുതണം. ഇനി ഇവിടെ മൈ സിസ്റ്റർ ആണെങ്കിൽ ഷീ വരും. അല്ല ഒരു വസ്തു ആണെങ്കിൽ, ഒരു പശുവിനെ നോക്കിയിട്ടാണെങ്കിൽ അതിനെ ഇറ്റ് എന്ന് പറയാം. നമ്മളെ നാട്ടിൻപുറത്തെ പശുക്കളെ സുനന്ദിനി എന്നും സുനന്ദ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ പെണ്ണാണെന്നൊന്നും വിളിക്കില്ല. അതുകൊണ്ട് അവള് പശു ആണല്ലോ ഷീ എന്ന് പോലെ പറയരുത്. ഒരു വസ്തുവായിട്ട് നമ്മൾ കാണണം. എന്താ പറയാൻ പാടും? ഇറ്റ്. അപ്പൊ ഇവിടെ ഡസന്റ് എന്താ വരിക? എന്താ വരിക? ഹീ. ആൺകുട്ടി ആയതുകൊണ്ട്, ബ്രദർ ആയതുകൊണ്ട് ഹീ. ഇതാണ്. മനസ്സിലായോ? ടാഗ് എങ്ങനെ എഴുതാൻ മനസ്സിലായോ? ഒരു ചോദ്യം കൂടി തരാം. Few people came to the party. 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 ഡിസ്കസ് ചെയ്യേണ്ട, ഒറ്റയ്ക്ക് എഴുതുക. ഒരു 40 സെക്കൻഡ് മതിയോ നിങ്ങൾക്ക് ഈ ചോദ്യം എഴുതാൻ? എത്ര എടുക്കാമോ? അത്ര മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ഇതിന്റെ ഈ ടെക്നിക്ക് പിടികിട്ടിയാൽ, ഈ 3 റൂൾ പിടികിട്ടി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ പ്രൊനൗൺ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മതി കഴിഞ്ഞില്ലേ? ഓക്കെ. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി വെർബ് എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇതിലെ ഓക്സിലറി വെർബ് ഏതാ? ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഇല്ല. ഉണ്ടോ? ഇതിലെ സബ്ജക്ട് ഏതാ? പീപ്പിൾ ആണ്. ഫ്യൂ പീപ്പിൾ ആണ്. പീപ്പിളിന് ശേഷമാണ് എന്ത് വരേണ്ടത്? ഓക്സിലറി വെർബ് വരേണ്ടത്. ഇവിടെ ഉണ്ടോ? ഇല്ല. ആകുള്ളത് മെയിൻ വെർബാണ്. പക്ഷെ മെയിൻ വെർബിനുള്ളിൽ ആരുണ്ട്? കം, കെയിം, കം. V2 വന്നാൽ നേരത്തെ എഴുതിയ ഫോർമുല പ്രകാരം ഡിഡ് പ്ലസ് കം ആണ് ഏത്? കെയിം. കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ ഏതാ ഉള്ളത്? കെയിം, അതായത് ഡിഡ്. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഡ് പ്ലസ് കം എന്നുള്ളതിനെ, അതാണ് ഈ കെയിം. നമ്മൾ എന്ത് ചെയ്ത് ഡിഡ് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി ഡിഡ്. ഇനി ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. കാരണം ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ പെട്ട ഒന്നാണ് അല്ലെ. ഫ്യൂ, ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ നോട്ട് ചേർക്കണോ? നോട്ട് ചേർക്കണ്ടല്ലോ. ഡിഡ്. പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പ്ലൂറൽ അല്ലേ? നമ്മൾ അന്ന് കുറച്ച് വാക്കുകൾ മുൻ ക്ലാസ്സുകൾ എടുത്തിട്ടില്ലേ? പീപ്പിൾ, പോലീസ്, കാവലറി, പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? ഇംഗ്ലീഷിൽ പ്ലൂറൽ ആണ്. പ്ലൂറൽ മീനിങ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, ഡിഡ്. കിട്ടിയോ? എത്ര കിട്ടിയോ? എത്ര പേര് കിട്ടി? കുറവാണ്. മനസ്സിലാവാത്തോണ്ടാ? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? അതോ പ്രൊനൗൺ മനസ്സിലാവാനായിട്ടാണോ? ഈ ഡിഡ് വരെ കിട്ടി എത്ര പേരുണ്ട്? ഡിഡ് എന്ന് വരെ അതും കുറവാണ്. കിട്ടിയോ? ഓക്കെ. ഇനി അടുത്തൊരു റൂൾ എഴുതിക്കോളൂ. ഒരു നിയമമാണ്. ഒരു റൂൾ എഴുതിക്കോളൂ. ഡിഡ് ടാഗിലോ? ഇല്ല. ഡിഡ് ഇത്രേ പാടുള്ളൂ, ഇത്രേ ഉണ്ടാവുള്ളൂ. ഡിഡ് ഉണ്ടാവും. നെഗറ്റീവോ പോസിറ്റീവോ നോക്കാം. ചിലപ്പോൾ നോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം പ്രൊനൗൺ എഴുതണം. ഇവിടെ പീപ്പിൾ ആയതുകൊണ്ട്, പ്ലൂറൽ ആയതുകൊണ്ട് ദേ എഴുതി. ഇവിടെ ബോയ് ആയിരുന്നെങ്കിൽ എന്ത് എഴുതുള്ളൂ? ഹീ എന്ന് എഴുതും. ഓക്കെ, കിട്ടിയില്ലേ? അടുത്ത ഒരു റൂൾ എഴുതിക്കോളൂ.
ഞാനത് പറഞ്ഞിട്ട് തുടങ്ങാം. നോക്കൂ, ഈ വാചകം ശ്രദ്ധിക്കൂ. കാണല്ല. അമ്മ ടീച്ചർ അല്ലെ? ഞാനൊരു ടീച്ചറാകുന്നു. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാനൊരു ടീച്ചറാകുന്നു. ഇതില് നിയമപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിലറി വെർബ് എന്ത് ചെയ്യണം? എടുത്തെഴുതണം. വേണ്ടേ? അങ്ങനല്ലേ വേണ്ടത്? ഓക്സിലറി വെർബ് ഏതാ? ആമല്ലേ? പിന്നെ ഇത് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അയ്യണ്ടേ? അയ്യല്ല സബ്ജക്റ്റ്. ഇതാണ് വരേണ്ടത്. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയല്ലേ വരേണ്ടത്? നമ്മൾ പഠിച്ച റൂൾ പ്രകാരം ഇങ്ങനെയല്ലേ വരേണ്ടത് അല്ലേ? എന്നാൽ ഇംഗ്ലീഷിൽ ആമൻഡ് അല്ലെങ്കിൽ ആം നോട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആമിൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രയോഗം ഇല്ല. ആം നോട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആമിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല? ഇത് എഴുതാൻ പാടില്ല. ഐ ആം എ ടീച്ചർ അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡന്റ് അങ്ങനെ വരുമ്പോൾ ഐ ആം എ ഫാദർ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? അതിന്റെ ടാഗ് ആയിട്ട് ഏതെഴുതണം? ആം മാറ്റിയിട്ട് ആറിന്റെ ഐ. കിട്ടിയോ? മനസ്സിലായോ? ഇംഗ്ലീഷിനൊരു പ്രയോഗം ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുകയാണത് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു ഉപയോഗമില്ല. ഒരു വാക്ക് വേണ്ടേ? അവനെന്ത് ചെയ്യില്ല? ചെയ്യില്ല. എന്നാൽ ഇതിന് നേരെ റിവേഴ്സ് ആയിട്ട് ഐ ആം നോട്ട് എ ടീച്ചർ എന്ന് വന്നാലോ? ആം നോട്ട് എ ടീച്ചർ എന്ന് വന്നാലോ? അപ്പൊ നമുക്ക് ആം ഐ എന്ന് പറയാം. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ റൂൾ പ്രകാരം ആദ്യം ഏതെഴുതണം? ഓക്സിലറി എഴുതാം. പോസിറ്റീവ് ആണ്. നോട്ട് വേണോ? എൻ അപ്പോസ്ട്രോഫി ടി വേണോ? വേണ്ട. ഉത്തരവായി. ഇങ്ങനെ ഐ ആം നോട്ട് എന്ന് തുടങ്ങി ഒരു സെന്റൻസ് ആരംഭിക്കുകയാണെങ്കിൽ, ആം നോട്ടിൽ ഒരു സെന്റൻസ് ആരംഭിക്കുകയാണെങ്കിൽ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അതല്ല, ഒരു സെന്റൻസ് ഐ ആം എ ടീച്ചർ എന്നോ അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡന്റ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും ആറിന്റ് ഐ എന്നായിരിക്കും. കിട്ടിയോ? മനസ്സിലായോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും നോക്കിക്കോളൂ. I am a little late boy. 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 LIGHT അല്ല കേട്ടോ, ലൈറ്റ് ബോയ് അല്ല. കല്യാണത്തിന് പിടിക്കുന്ന ലൈറ്റ് ബോയ് അല്ല. ഇതേതാ? വൈകി ഉണ്ടാകുന്ന കുട്ടികളെ ലേറ്റ് ബോയ് എന്നല്ലേ പറയാ. ലേറ്റ് ബോയ്, ലേറ്റ് കമർ, ലേറ്റ് ഗേൾ എന്നൊക്കെ പറയില്ല. അതന്നെ വൈകി വരുന്ന ആ ഒരു അർത്ഥത്തിലാണ്. LAT ആണ് ഇതില്. ടാഗ് എന്തായിരിക്കും? ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും.
ഉത്തരം പറയൂ. ആമിന്റെ ആയില്ലേ? ആറിൻറ്റായി കിട്ടിയില്ലേ? ആറിൻറ്റായി കിട്ടിയില്ലേ? ഓക്കെ. അയാമേ ലിറ്റിൽ. ഞാൻ റൂള് പറഞ്ഞുതരാം, ആയിട്ടില്ല, അടുത്ത റൂളാണ് പറഞ്ഞുതരാം. ഡോൺ വറി. നിങ്ങൾ ചോദിച്ചപ്പോ മനസ്സിലായി അത് ലിറ്റിൽ ഉണ്ടല്ലോ, ഫ്യൂ ഉണ്ടല്ലോ, പക്ഷെ പറഞ്ഞുതരാം. അടുത്ത റൂൾ അതാണ്, മൂന്നാമത്തെ റൂൾ അതാണ്. അല്ല, ഇത് പറഞ്ഞാലേ അത് പറയാൻ പറ്റും. ഈ ചോദ്യം പറഞ്ഞാലേ പറയാൻ പറ്റും. ഇത് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇത് കിട്ടിയില്ലേ? അടുത്ത റൂൾ എഴുതിക്കോളൂ. ഇംഗ്ലീഷിൽ റൂളാണ്. ഫ്യൂ, ലിറ്റിൽ എന്നിവ നെഗറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഫ്യൂ, ലിറ്റിൽ എന്നിവ നെഗറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും എ ഫ്യൂ, എ ലിറ്റിൽ എന്നീ വാക്കുകൾ, അതുപോലെ ദ ലിറ്റിൽ, ദ ഫ്യൂ, എ ലിറ്റിൽ, എ ഫ്യൂ എന്നീ വാക്കുകൾ, ദ ഫ്യൂ, ദ ലിറ്റിൽ എന്നീ വാക്കുകൾ പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് പോസിറ്റീവ് ആണ്. ഐ എം എ ലിറ്റിൽ ലേറ്റ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അതല്ലേ, അതോ ഐ എം നോട്ടോ, സോറി, ഐ എം ലിറ്റിൽ ലേറ്റ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. കാരണം എന്താ? ആമിന് ശേഷം എ ലിറ്റിൽ ആണ്. ആ എ എന്താണ്? ലിറ്റിനോടൊപ്പം ചേർന്നതാണ്. ഓക്കെ, ഒരു ചോദ്യം എഴുതിക്കോളൂ. A few people knew the answer. KNEW, no, knew, known. Knew the answer. ഡിസ്കസ് ചെയ്യണ്ട, ഒറ്റയ്ക്ക് എഴുതി. Knew the answer. മതി, ഇത്ര സമയം മതി. എഴുതിയില്ലേ? എ ഫ്യൂ പീപ്പിൾ എന്നാണ് തന്നിട്ടുള്ളത്. എ ഫ്യൂ പീപ്പിൾ, ചോദ്യം എന്താ? ന്യൂ ദ ആൻസർ. ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കാരണം എ ഫ്യൂ ആണ് വന്നിട്ടുള്ളത് അല്ലെ. ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി എഴുതണം. ഏതാ ഓക്സിലറി? ഡിഡ് ആണ്. കാരണം ഡിഡ് പ്ലസ് നോ ആണ് ഏത്? ന്യൂ. അപ്പൊ ഡിഡ് എഴുതി. പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്ത് വരും? വരില്ലേ? പിന്നെ പീപ്പിൾ ആയതുകൊണ്ട് ടാഗ്, സോറി, പ്രൊനൗൺ എന്തായിട്ട് വരും? ദേ ആയിട്ട് വരും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ ഇംഗ്ലീഷിൽ ലിറ്റിൽ ഫ്യൂ എന്നത് നെഗറ്റീവ് അർത്ഥമാണെങ്കിലും എ ഫ്യൂ, എ ലിറ്റിൽ, ദ ഫ്യൂ, ദ ലിറ്റിൽ എന്നിവ പോസിറ്റീവ് ആണ്. പഠിച്ചില്ലേ? ഓക്കെ, ഇനി അടുത്ത റൂൾ എഴുതിക്കോളൂ. ഈ 4 റൂള് പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒരു കുറച്ച് വാക്കുകളാണ്. എ ഫ്യൂ
the few, a few, the few, everybody, somebody, nobody, none of, anybody, few, everyone, someone, no one, none, N-O-N-E, none. അത് നൺ ഓഫ്, അത് N-O-N-E, അത് അത് വെറും നൺ. എനിവൺ, നെയ്തർ, ഓക്കെ. ഏതൊക്കെ വാക്കുകൾ വായിക്കൂ? എ ഫ്യൂ, ദ ഫ്യൂ, എവരിബഡി, സംബഡി, നോബഡി, നൺ ഓഫ്, എന്താണ്? എനിബഡി, ഫ്യൂ, എവരിവൺ, സംവൺ, നോവൺ, നൺ, എനിവൺ, നെയ്തർ. ഇത്രയും വാക്കുകൾ ഒരു ടാഗിൽ കണ്ടാൽ, ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന പ്രൊനൗൺ എപ്പോഴും ദേ ആയിരിക്കും. എഴുതിക്കോളൂ. ഇവയ്ക്ക് ശേഷം അല്ലെങ്കിൽ വേണ്ട, ഇവയുടെ നേരിട്ടാൽ മതി. ഇവയുടെ പ്രൊനൗൺ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആയിരിക്കും. ഇവയുടെ പ്രൊനൗൺ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആയിരിക്കും. കൂടാതെ ഓക്സിലറി വെർബ് പ്ലൂറൽ ആയിരിക്കണം. നമ്മളെ കോൺകോഡിൽ ഒരു റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? നോബഡി, നോ വൺ, സംബഡി, സംവൺ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ 12 വാക്കുകൾ പഠിച്ചില്ലേ? ഈ വാക്കുകൾക്ക് ശേഷം ഏത് വെർബ് ഉപയോഗിക്കണം നമ്മൾ പറഞ്ഞത്? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ പറയും നോക്കൂ, ഇത്രയും വാക്കുകൾക്ക് ശേഷം, അതായത് ഫ്യൂ, ദ ഫ്യൂ, നോ വൺ, നോബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നെയ്തർ, ഇവയ്ക്കൊക്കെ ശേഷം ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രൊനൗൺ ഏതായിട്ട് ഉപയോഗിക്കണം? ദേ ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അത് പോട്ടെ, അത് അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് ശേഷം എഴുതേണ്ട ഓക്സിലറി വെർബ്, അതിൽ ആദ്യം എടുത്തെഴുതേണ്ട ഓക്സിലറി വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അവിടെ നോ വൺ ആണോ, സം വൺ ആണോ, നത്തിങ് ആണോ, എനിത്തിങ് ആണോ നോക്കരുത്. എഴുതേണ്ട ഓക്സിലറി വെർബ് എന്തായാലും പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് ചോദ്യത്തേക്ക് പോവാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. എഴുതിക്കോളൂ. someone plays with violin. Someone plays with violin. എഴുതിയില്ലേ? someone plays with violin. എന്താ ഈ സെന്റൻസിന്റെ അർത്ഥം? ആര്? ഒരാൾ വയലിൻ വായിക്കുന്നു, അല്ലെ? അതിന്റെ സെന്റൻസ് അർത്ഥം ഒരാൾ. ഒരാൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് സിംഗുലറോ പ്ലൂറലോ? സിംഗുലർ ആണ്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പൊ നമ്മളെ നിയമം പ്രകാരം someone plays with violin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റൂൾ പ്രകാരം ഏതെഴുതണം? ഓക്സിലറി എടുത്തെഴുതണം. ഇതിൽ ഓക്സിലറി ഏതാ? ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ്. അപ്പൊ ഡസ് അല്ലേ എഴുതേണ്ടത്? ഒരു ഇഡിയറ്റ് തന്നാണല്ലോ. എങ്ങനെ ഡസ് എഴുതുക?
നമ്മൾ എഴുതിയ പ്രകാരം പ്ലൂറൽ അല്ലേ? ഡസ് എഴുതാൻ പാടുമോ? ഡു. ഡു. മനസ്സിലായില്ല? എന്താ പറഞ്ഞത്? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ വ്യക്തിയെ വിടൂ, സമ്മൺ എന്നോ സംബടി എന്നൊക്കെ വിടൂ, അല്ലെങ്കിൽ സംതിങ് എന്നത് വിടൂ. അത് റൂള് അങ്ങനെയാണ്. കോൺകോഡിലെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പ്രകാരം നിയമം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ ഇത്രയും വാക്കുകൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾക്ക് ശേഷം എഴുതേണ്ട ടാഗിന്റെ ഓക്സിലറി വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഡസ് പ്ലസ് പ്ലേ ആണല്ലോ പ്ലേസ്. അതുകൊണ്ട് ഞാൻ ഡസന്റ് ദേ എന്ന് എഴുതട്ടെ അങ്ങനെ പറയോ? അങ്ങനെ പറയില്ല. അങ്ങനെ വാക്കയില്ല. ഡസന്റ് ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തെറ്റാണ്. അപ്പൊ എന്ത് എഴുതണം? ഡു എന്ന് എഴുതണം. എഴുതിക്കോളൂ, ഡു. someone plays with violin. അല്ലേ? അല്ലേ? നോക്കൂ, ഇതില് someone എന്ന് കണ്ടത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾ എന്ത് ചെയ്തത്? ഡസ് എഴുതിയത്. ആദ്യം ഇതിൽ ഓക്സിലറി വെർബ് എടുക്കുക. ഏതാ? ഡസ് പ്ലസ് പ്ലേ. കിട്ടിയോ? അത് കിട്ടിയില്ലേ? ഇങ്ങനെ ഡസ് നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതാണ് വേണ്ടത്. പക്ഷേ ഈ വാക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഈ വാക്ക് എന്താണ്? പ്ലൂറൽ ആയിട്ട് എഴുതുന്നത്. അപ്പോ ഡു എഴുതിയില്ലേ? ഇത് ഈ സെന്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ? നെഗറ്റീവോ പോസിറ്റീവോ? പോസിറ്റീവ് അല്ലേ? ഓക്കെ. ടാഗ് എന്തായാലും. ഇനി ഇവിടെ സമ്മൺ എന്നത് ഒരാളാണല്ലോ, അതുകൊണ്ട് ഹീന്ന് എഴുതാൻ പാടുമോ? ഷീന്ന് എഴുതാൻ പാടുമോ? എന്ത് എഴുതാൻ പാടും? ദേ. ഓക്കെ, മനസ്സിലായോ? ചോദ്യം തരാം. അയ്യോ അല്ല, ഒരിക്കലും സമ്മൺ എന്ന് പറഞ്ഞാൽ ആരും ആകാം, ഒരു വ്യക്തിയിലല്ല. നമുക്ക് ആരാന്ന് അറിയില്ലല്ലോ. മനസ്സിലായില്ല? മനസ്സിലാവോ? കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ വരുന്നത് കൺഫ്യൂഷൻ? പറ, ക്ലിയർ ചെയ്യാം. അങ്ങനെയല്ല, അതെ. പക്ഷെ ആരെന്ന് വിചാരിച്ചിട്ടാ? ഒരാളേ ഉള്ളൂ. പക്ഷെ ഒരു കൂട്ടത്തിനെ നോക്കിട്ട് ആരെന്ന് വിചാരിച്ചിട്ടാണ്? നമ്മളൊരു കൂട്ടത്തിനെ നോക്കിയിട്ടില്ല. someone stole my purse. ഒരാൾ എന്റെ പേഴ്സ് മോഷ്ടിച്ചു. ആരാ നമുക്കറിയോ? ഒരു കൂട്ടത്തെ നോക്കിയിട്ടല്ലേ നമ്മൾ പറയാ? എടാ, ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരാള് ഇവിടുന്ന് ഒരു സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി. നാളെ എന്താ നിങ്ങളെ നോക്കി പറയാ? അല്ലെങ്കിൽ ഞങ്ങൾ എന്താ കൂട്ടാൻ കൂടാ? ആ ബാച്ചിൽ ഒരാളെന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ അന്ന് ഞായറാഴ്ച ഇവിടെ ക്ലാസ്സിൽ വന്നേത്ത ഒരാളെന്നേ പറയുള്ളൂ. ശരി തെറ്റോ? അല്ലാതെ ഞായറാഴ്ച ക്ലാസ്സിൽ വന്ന മൂന്നാമത്തെ ബെഞ്ചിൽ ഇത്രാമത്തെ ആള് നിങ്ങളല്ലേട്ടോ ഇത് പറയില്ല. ശരിയല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു കൂട്ടത്തെ നോക്കിയിട്ടാണ് നമ്മൾ സമ്മണ്ണോ എനിവണ്ണോ നോ വണ്ണോ ഒക്കെ പറയാ. ആ കൂട്ടത്തെ ക്രൗഡിനെ നോക്കിയതുകൊണ്ടാണ് ഇതിനെ പ്ലൂറൽ ആയിട്ട് കാണുന്നത്. സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്നത് സിംഗുലർ മീനിങ് ആണെന്ന്. പക്ഷെ ഇവിടെ പ്രയോഗം വേറെയാണ് കേട്ടോ. എഴുതിക്കോളൂ. Nobody saw it. Nobody saw it. Nobody saw it. ആരും അത് കണ്ടില്ല. അതല്ല അതിന്റെ അർത്ഥം. Nobody saw it. SAW saw. See, saw, seen. മതി, ഇത്ര സമയം മതി.
നോബഡി സോ ഇറ്റ് അല്ലെ? എങ്ങനെയാ വരിക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഏതാ? ഡിഡ്. അതായത് ഡിഡ് പ്ലസ് സി ആണ് എന്ത്? സോ. അതിൽ ഡിഡ് നമ്മൾ എടുത്ത് എഴുതി. പിന്നെ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ്. നോട്ട് ചേർക്കണോ? വേണ്ട. എന്തായിരിക്കും? കിട്ടിയോ? ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ടാഗിന്റെ. നമുക്ക് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കണ്ടീഷണൽ ക്ലോസ് ആണ്. എന്താണ് കണ്ടീഷണൽ ക്ലോസ്? ഇത് നമുക്ക് വേണമെങ്കിൽ ഇഫ് ക്ലോസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഫ് ക്ലോസ് കേട്ടിട്ടുണ്ടോ? ഇഫ് ക്ലോസ് എന്താ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്ന സാധനമാണ് അല്ലേ? കാരണം ഇത് 9ലൊക്കെ നമ്മൾ പഠിച്ചു പോണ കാര്യമാണ്. എന്താ സംഭവം? നമ്മളിതിന് 3 സെക്ഷൻ ആക്കിയിട്ടാണ് പഠിക്കുന്നത്. കണ്ടീഷണൽ ക്ലോസിനെ ഇപ്പോൾ 3 സെക്ഷൻ ആക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സെക്ഷൻ ആണ് ഇപ്പൊ പഠിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ നമ്പർ 1 അല്ലെങ്കിൽ ക്ലോസ് നമ്പർ 1 എഴുതിക്കോളൂ. കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ്. അതില് നമ്പർ 1 ആദ്യം നമ്മൾ ഇഫ് എഴുതണം. ഇതിന് ശേഷം വരുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇതിന് ശേഷം വരുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. തുടർന്നുള്ള ഭാഗം സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതായത് if you work hard, സിമ്പിൾ പ്രസന്റ് അല്ലേ? ഒരു പ്രസന്റ് ഫോമിൽ ഇത്. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ്. അടുത്തത് യു. ഇതിന്റെ ക്ലോസ് അടുത്ത ക്ലോസ് ആണ് യു. ഒന്നല്ലെങ്കിൽ വില്ലായിരിക്കും, അല്ലെങ്കിൽ ഷാളായിരിക്കും. ഇവിടെ വർക്ക് ഹാർഡ് വന്നതുകൊണ്ടല്ല. ഈ വർക്ക് ഹാർഡ് നിങ്ങൾ എഴുതണ്ട. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഈ റൂള് മനസ്സിലാക്കാം. ഇഫിന് ശേഷം യുക്ക് ശേഷം വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പ്രസന്റിൽ ആണെങ്കിൽ, വന്നിരിക്കുന്ന തുടർന്നുള്ള ഭാഗം സിമ്പിൾ പ്രസന്റിൽ ആണെങ്കിൽ തുടർന്ന് എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ വിൽ ഓർ ഷാൾ വരും, അല്ലെങ്കിൽ മേ വരും, അല്ലെങ്കിൽ ക്യാൻ വരും. ഈ 4 വാചകത്തിലായിരിക്കും, അല്ലെങ്കിൽ 4 ഓക്സിലറി വെർബിലായിരിക്കും തുടർന്നുള്ള വാക്ക് വരിക. അത് ആ സെന്റൻസിന്റെ അർത്ഥം അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം. മേ ആയിരിക്കാം. യു എന്നുള്ളതും വിടും. യു എന്നതും വിട്ടോളും. അവിടെ എന്താവാം? ഐ ആവാം, ഹി ആവാം. ഇഫ് ഹി കംസ് ഏർലിയർ, കംസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് അല്ലേ? ഡസ് പ്ലസ് കം ആണ് ഇത് കംസ്. എന്തുകൊണ്ടാണ് കംസ് ഉപയോഗിച്ചത്? ഹി ആയതുകൊണ്ട്. ഇഫ് ഹി കംസ് ഏർലിയർ, അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ഹി വിൽ ഗെറ്റ് ദ പാക്കറ്റ്. അവൻ എന്ത് ചെയ്തിരുന്നു? പാക്കറ്റ് കിട്ടുമായിരുന്നു. പാക്കറ്റ് മാത്രം എന്തായിക്കോട്ടെ, അത് കിട്ടുമായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ. ഒരു പോസിബിലിറ്റിനെ കാണിക്കാനായിരിക്കും എപ്പോഴും സെക്ഷൻ 1 ഉപയോഗിക്കുക. ഫസ്റ്റ് റൂൾ എപ്പോഴും എവിടെ ഉപയോഗിക്കാം? ഒരു പോസിബിലിറ്റിനെ, അല്ലെങ്കിൽ ഇതിനെ ലൈക്ലി ക്ലോസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ഒരു പോസിബിലിറ്റിയെ കാണിക്കാനാണ് ഇത്തരം ക്ലോസുകൾ എഴുതുന്നത്. ഒരു പോസിബിലിറ്റിയെ കാണിക്കാനാണ് ഇത്തരം ക്ലോസുകൾ എഴുതുന്നത്. ഈ ടൈപ്പ് കേട്ടോ, ഈ ടൈപ്പ്.
നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്നു. നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇനി ഇഫ് ചേർന്ന് വരുന്ന ഭാഗം ഇഫ് ചേർന്ന് വരുന്ന ഭാഗം ഇഫ് ചേർന്ന് വരുന്ന ഭാഗം സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ അടുത്ത ഭാഗം ബ്രാക്കറ്റിൽ മെയിൻ ക്ലോസ് എഴുതിക്കോളൂ. അടുത്ത ഭാഗം ബ്രാക്കറ്റിൽ മെയിൻ ക്ലോസ് എഴുതിക്കോളൂ. മെയിൻ ക്ലോസ് ഇതിന് രണ്ട് ക്ലോസ് ആണ്. ഒന്ന് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. മെയിൻ ക്ലോസിൽ will or shall or can or may. will സൈഡ് ഇങ്ങനെ വരയ്ക്കുക, സ്ലാഷ് ഇടുക. can അല്ല ഷോൾ വരയ്ക്കുക, can വരയ്ക്കുക, may. നാലെണ്ണം എഴുതിയില്ലേ? ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. തുടർന്ന് വെർബിന്റെ റൂട്ട് ഫോം ഉപയോഗിക്കണം. റൂട്ട് അല്ലെങ്കിൽ ബേസ് ഫോം ഏതോ എഴുതാം. ബേസ്, റൂട്ട് ഫോം ഉപയോഗിക്കണം. എഴുതില്ലേ? ഈ റൂട്ട് ഫോം എന്ന് പറയുമ്പോ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഇഡി ing ടു എന്നിവ വരാത്ത വെർബിന്റെ രൂപം. എഴുതിയില്ലേ? അപ്പോ ഞാൻ ആദ്യം ഒരു വാചകം എഴുതാം. നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് ശരിയാണോ തെറ്റാണോ? നമ്മളിപ്പോ എഴുതിയ റൂൾ പ്രകാരം ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ നോക്കണം. If I go there, I shall meet him. വായിച്ചില്ലേ? ആദ്യം നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് ഇതിനെ സിമ്പിൾ പ്രസന്റിലാണോ പാസ്റ്റിലാണോ നോക്കണം. ഇതേതാ? സിമ്പിൾ പ്രസന്റ് ആണ്. ഉപയോഗിച്ചിരിക്കുന്നത് V1 അല്ലേ? വെർബിന്റെ V1 അല്ലേ? ഐ ആയതുകൊണ്ട് ഗോ ഉപയോഗിച്ചു. ഗോസ് ഉപയോഗിക്കോ? ഇല്ല. ഐക്ക് ശേഷം ഗോ ഉപയോഗിച്ചു. V1 ആണ്, അഥവാ സിമ്പിൾ പ്രസന്റ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് മെയിൻ ക്ലോസിലേക്ക് പോവാം. മെയിൻ ക്ലോസിലെ സബ്ജക്റ്റിന് ശേഷം ഐക്ക് ശേഷം ഏതോ വന്നത് ഷാളോ, വില്ലോ, മേയോ, ക്യാനോ ഏതെങ്കിലും ആണോ നോക്കണം. അല്ലെ? ഷാളല്ലേ? പിന്നെ വെർബിന്റെ റൂട്ട് ഫോം ആയിരിക്കണം. അല്ലെ? മീറ്റ് അല്ലേ? മെറ്റ് എന്നാണോ? മെറ്റ് അല്ലല്ലോ, മീറ്റ് ആണ്. പിന്നെ ടു മീറ്റ് എന്നുണ്ടോ? ഇല്ല. മീറ്റിംഗ് എന്നുണ്ടോ? ഒന്നുമില്ല. ബേസ് ഫോം ആണ്, റൂട്ട് ഫോം ആണ്. അതുകൊണ്ട് മീറ്റ് ഹിം.
ഞാൻ അവിടെ പോയിരുന്നുവെങ്കിൽ അവനെ കാണുമായിരുന്നു. അല്ലെ? ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ, അല്ല ഞാൻ അവിടെ പോകുമായിരുന്നെങ്കിൽ ഞാൻ അവനെ കണ്ടിരുന്നു. അപ്പോ ഇവിടെ എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. മനസ്സിലായില്ലേ? അടുത്ത് എഴുതിക്കോളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതേണ്ടതാണ്. ഇഫ് ഷീ ഡാഷ്, if she dash, she dash the reward, she dash the reward. ഇവിടെ കമ്മുണ്ട്, കെയിമുണ്ട്, കംസ് ഉണ്ട്, കമ്മിങ് ഉണ്ട്. ഇവിടെ ഫസ്റ്റില് കമ്മുണ്ട്, കെയിമുണ്ട്, കംസ് ഉണ്ട്, കമ്മിങ് ഉണ്ട്. ഇപ്പുറത്ത് ഷാൾ ഉണ്ട്, ഷുഡ് ഉണ്ട്, സോറി ഷാൾ അല്ല, വില്ലുണ്ട്, ഷുഡ് ഉണ്ട്, വുഡ് ഉണ്ട്, മേ ഉണ്ട്. If she dash, she dash the reward. എഴുതിയില്ലേ? ലാസ്റ്റ് ബെഞ്ച് എഴുതിയില്ലേ? ഇഫ് ഷീക്ക് ശേഷം ഇതിൽ ഏത് ഉപയോഗിക്കണം എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ബുക്കിൽ എഴുതി അത് പറയണം. കം എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? കം ധൈര്യമായിട്ട് കൈ പോയിക്കോളൂ. 2, 4, 5, 6. ഓക്കെ, താങ്ക്സ്, വെരി ഗുഡ്. കെയിം എന്ന് എഴുതി എത്ര പേരുണ്ട്? ആരുമില്ല. കംസ്, യെസ്. കമ്മിങ്, കംസ് ആണ് ഉത്തരം. കംസ് ആണ് ഉത്തരം. എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ക്ലോസില്, ആദ്യത്തെ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കണമെന്ന് പറഞ്ഞില്ലേ? പിന്നെ സബ്ജക്റ്റിനനുസരിച്ചിട്ടല്ലേ എവിടെയും വെർബ് നിൽക്കുള്ളൂ, അല്ലെ? അത് ഇവിടെ ആണെങ്കിൽ എവിടെയാണെങ്കിലും സബ്ജക്റ്റിനനുസരിച്ച് വെർബ് നിൽക്കുള്ളൂ. ഷീക്ക് ശേഷം കം എന്ന് എഴുതാൻ പാടുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ച സെന്റൻസ് ഇംപ്രൂവ്മെന്റിന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ചെയ്തത് മൊത്തം സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണമെന്നായിരുന്നു, അല്ലെ? അപ്പൊ നോക്കൂ, ഇഫ് ഷീ കംസ്, അല്ലെ? കംസ്. ഷീ ഷുഡ് ഗെറ്റ് എന്ന് പറയോ? വുഡ് ഗെറ്റ് എന്ന് പറയോ? നമുക്ക് ഏറെ നോക്കണ്ടു, വില്ലാണോ മേയാണോ, അല്ലെ? ഇത് എന്തിനാ കാണിക്കുന്നതാ? ഒരു സന്നദ്ധത, ഒരു സാധ്യത കാണിക്കാനാണോ അതൊരു സന്നദ്ധത കാണിക്കാനാണോ? സാധ്യതയാണോ? സാധ്യതയാണോ? ഷീ മേ ഗെറ്റ് റിവാർഡ് എന്നാണോ ഷീ വിൽ ഗെറ്റ് ദ റിവാർഡ് എന്നാ പറയാ? ഷീ വിൽ. രണ്ടും എഴുതാം. നമ്മുടെ നിയമപ്രകാരം വില്ലോ മേയോ എഴുതാം. പക്ഷെ ഈ സെന്റൻസിന്റെ അർത്ഥം നോക്കാം. അവാർഡ് കിട്ടുന്നല്ലേ, അല്ലെ? മേ എന്ന് പറയുന്നാൽ അർത്ഥം എന്താ? there is such possibility എന്നുള്ള വാക്കിനാണ് മേ എഴുതുക, വില്ലാണ് ഉത്തരം. ഓക്കെ, അത് എത്ര പേർക്ക് കിട്ടി? വിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഒന്നും കൂടി ചെയ്യാം. എഴുതിക്കോളൂ. ഇഫ് ഷീ dash, if she dash, she dash a car, she dash a car.
ഇഫ് ഷി ഡാഷ് എന്നാണ് എഴുതി, പിന്നെ ഷി അല്ല എഴുതി, സോറി. ഇഫ് ഷി ഡാഷ് ഹെർ മണി ബാക്ക്, ഇഫ് ഷി ഡാഷ് ഹെർ മണി ബാക്ക്. ഞാനിവിടെ ബോർഡിൽ എഴുതാം. If she dash her money back, she ഇവിടെ ഗെറ്റ് ആണോ ഗോട്ട് ആണോ ഗെറ്റ്സ് ആണോ ഗെറ്റിംഗ് ആണോ എന്ന് എഴുതാം. ഓക്കെ, ഏതാ ഉറക്കെ പറയൂ. ഗെറ്റ്സ് ആണ്. എന്താ ഗെറ്റ്സ് വരാൻ കാരണം? ഷീ ആയതുകൊണ്ട് ഗെറ്റ്സ് വന്നു. ശരിയാണ്. ഇവിടെ എന്ത് ആദ്യം സെന്റൻസിന്റെ അർത്ഥം പറയണ്ടേ? സെന്റൻസിന്റെ അർത്ഥം പറയണ്ടേ? എന്ത് വാചകത്തിന്റെ അർത്ഥം? അവൾക്ക് മണി ബാക്ക് കിട്ടിയിരുന്നെങ്കിൽ. എന്ത് മണി ബാക്ക്? നമ്മൾ ഈ LIC പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ ചേരുമ്പോൾ ഒരു 15 വർഷത്തെ പ്രീമിയം ആണെങ്കിൽ ഓരോ ടേം കഴിയുമ്പോൾ, ഉദാഹരണത്തിന് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ അടച്ച പ്രീമിയത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു പലിശകൾ കിട്ടും. അതിനെ പറയുന്ന പേരാണ് എന്ത്? മണി ബാക്ക്. ഓരോ ടേം കഴിയുമ്പോൾ, അത് ഓരോ ഇൻഷുറൻസിന് ഓരോ കാലയളവാണ്. ഈ മണി ബാക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൾക്ക് എന്ത് വാങ്ങാമായിരുന്നു? അല്ലെങ്കിൽ അവൾ എന്ത് വാങ്ങുമായിരുന്നു? കാർ വാങ്ങുമായിരുന്നു. ഒരു പോസിബിലിറ്റി ആണ് അല്ലെ? ഓക്കെ, അപ്പോ ഇഫ് ഷീ ഗെറ്റ് എന്നാണോ ഇഫ് ഷീ ഗെറ്റ്സ് എന്നാണോ പറയാ? ഗെറ്റ്സ്. വെരി ഗുഡ്. കാരണം എന്താ? ഷീ വന്നതുകൊണ്ട് ഇവിടെ ഡസ് പ്ലസ് ഗെറ്റ് ആയ ഗെറ്റ്സ് ആണ് എഴുതേണ്ടത്. ഹെർ മണി ബാക്ക്. ഷീ വില്ലാണോ വുഡ് ആണോ മൈറ്റ് ആണോ കുഡാണോ? വില്ലാണോ വുഡ് ആണോ മൈറ്റ് ആണോ കുഡാണോ? പറയൂ. കുഡ്, മൈറ്റ്, വില്ല്. വില്ല് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കുഡ് എന്ന് പറയുന്നവർ? കുഡ് എന്ന് പറയുന്നവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതാണ്. നമ്മൾ എന്താടാ പറഞ്ഞത്? നമ്മൾ എന്താ പഠിച്ചത്? വില്ലോ, ഷാളോ, മേയോ, ക്യാനോ, ഇത് 4 വരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ അതിലേക്ക് പോകുന്നത്? ഒന്നല്ലെങ്കിൽ വില്ലുണ്ടോ നോക്കുക, അല്ലെങ്കിൽ മേ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ക്യാൻ ഉണ്ടോ നോക്കുക, അതുമല്ലെങ്കിൽ ഷാൾ ഉണ്ടോ നോക്കുക. മനസ്സിലായില്ലേ? ഷീ വിൽ ബൈ എ കാർ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്ലോസുകൾ ചിലപ്പോൾ അങ്ങോട്ടും മാറാം. ഈ ക്ലോസ് ആദ്യം തന്നിട്ട് ഷീ വിൽ ബൈ എ കാർ ഇഫ് ഷീ ഗെറ്റ്സ് ഹെർ മണി ബാക്ക്. അങ്ങനെയും ചോദിക്കാം. ഇത് ഇങ്ങോട്ടും വരാനർത്ഥം. ഇത് രണ്ടാമതായിട്ടും ചോദിക്കാം. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ചെയ്യുന്നത്. റിവേഴ്സ് ആണ്. നിങ്ങൾ വിചാരിക്കും ഈശ്വരത് എന്താ എങ്ങനെയെന്ന് നോക്കിക്കോളൂ. they will show their gratitude. They will show their gratitude if we help them. If we help them. If we help them. If we help them. എഴുതിയില്ലേ? ഈ വാചകം ഒന്ന് വായിക്കൂ. They will show their gratitude if we help them. ശരിയല്ലേ?
സെന്റൻസ് കറക്റ്റ് ആണോ അല്ലയോ? നിങ്ങൾ പറയൂ, സ്വന്തമായി അത് വായിച്ചു നോക്കി സെന്റൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയൂ. അല്ലെ, നമ്മൾ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ അവരവരുടെ നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. ഇതല്ല അതിന്റെ അർത്ഥം. നമ്മൾ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ അവരെ നന്ദി കാണിക്കുമായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. ഓക്കെ, ഇതിലേക്ക് നോക്കൂ. ഈ ആദ്യം നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ് അല്ലെ. ഇഫ് ഹി ഹെൽപ്പ് ദം ദേ വിൽ ഷോ ദെയർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നേരെ തിരിച്ചു രണ്ടാമത്തെ മെയിൻ ക്ലോസ് ഇങ്ങോട്ട് തന്നോന്നുള്ളൂ. അർത്ഥമൊന്നും മാറ്റമില്ല, ഇല്ലല്ലോ. ഇങ്ങനെ പറയാം, നമുക്ക് കോൺവെർസേഷനിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ നോക്കുക, ദേ വിൽ ഷോ ദെയർ ഗ്രാറ്റിറ്റ്യൂഡ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ സെന്റൻസിന്? ഒരു മിസ്റ്റേക്കും ഇല്ല. ദേക്ക് ശേഷം വിൽ ഉപയോഗിച്ചു, ഷോ ഉപയോഗിച്ചു, ദയർ ഉപയോഗിച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചു. അപ്പുറത്ത് ഇവിടെയാണ് നോക്കേണ്ടത്. ഇഫ് വി ഹെൽപ്സ് ആണ് ഇവിടെ തരിക. ഓപ്ഷനിൽ ഏതാ തരിക? ഹെൽപ്സ് തരും. ഹെൽപ്സ് എഴുതാൻ പാടുമോ? കാരണം എന്താ? വി ആണ്, പ്ലൂറലാണ്. ഹെൽപ്പേ പാടുള്ളൂ, ഹെൽപ്പേനെ പാടുള്ളൂ. ഇഫ് ഹി ഹെൽപ്പ് ദം ദേ വിൽ ഷോ ദെയർ ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോ ഒന്നാമത്തെ ടൈപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടൈപ്പ് നമ്പർ 2 എഴുതിക്കോളൂ. ടൈപ്പ് നമ്പർ 2. പറയട്ടെ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. നടക്കാൻ തീരെ സാധ്യതയില്ലാത്തതും എഴുതിക്കോളൂ. നടക്കാൻ തീരെ സാധ്യതയില്ലാത്തതും, നടക്കാൻ തീരെ സാധ്യതയില്ലാത്തതും, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ളത്. നടക്കാൻ തീരെ സാധ്യതയില്ലാത്തതും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതോ ആയ സന്ദർഭങ്ങളിലാണ് ഇവ ഉപയോഗിക്കുന്നത്, ഈ ടൈപ്പ് ഉപയോഗിക്കുന്നത്. വിരുദ്ധം. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇത്ര കടുകട്ടി മലയാളം വേണോ അല്ലെ? ഇവിടെ ഇവിടെ ശ്രദ്ധിക്കൂ. ആയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ടൈപ്പിൽ പറയുന്നത്. എഴുതിയില്ലേ? ആദ്യം പറയണോ? നടക്കാൻ തീരെ സാധ്യതയില്ലാത്തതോ യാഥാർത്ഥ്യത്തിന് വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടൈപ്പിൽ പറയുന്നത്. ഇഫ് ചേർന്ന് വരുന്ന ഭാഗം സിമ്പിൾ പാസ്റ്റിലായിരിക്കും. സിമ്പിൾ പാസ്റ്റിലായിരിക്കും. അല്ലെങ്കിൽ ഓക്സിലറി വെർബായ, അല്ലെങ്കിൽ ഓക്സിലറി വെർബായ ഡിഡ് ഓർ സ്ലാഷ് ഇട്ടോളൂ. ഡിഡ് ഓർ വാസ് ഓർ വേർ.
എന്ന ഓക്സിലറി വെർബ് ഉണ്ട് അല്ലെ എഴുതിയില്ലേ? അങ്ങനെയല്ലേ എഴുതി? ഓക്സിലറി വെർബുകളായ ഡിഡ് ഓർ വാസ് ഓർ വേർ, വരികയോ ചെയ്യുകയും, വരികയോ ചെയ്യുകയും മെയിൻ ക്ലോസിൽ ഇതിന് മെയിൻ ക്ലോസിൽ കുഡ് വുഡ് ഷുഡ് മൈറ്റ് ഇവ ഏതെങ്കിലും ഒന്ന് വരികയും ചെയ്താൽ, ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്, ഇവ ഏതെങ്കിലും ഒന്ന് വരികയോ ചെയ്താൽ ഉറപ്പിക്കാം ടൈപ്പ് 2 ആണെന്ന്. ഉറപ്പിക്കാം ടൈപ്പ് 2 ആണെന്ന്. എഴുതിക്കോളൂ. ഇഫ് രാജു dash the money, if Raju dash the money, if Raju dash the money, he dash the higher returns. If Raju dash the money, he dash the higher returns. ഇവിടെ invested, investing, ഇപ്പുറത്ത് would get, would got, will get, will got. വായിച്ചോളൂ. ഇഫ് രാജു ഡാഷ് ദി മണി, ഹി ഡാഷ് ദി ഹയർ റിട്ടേൺസ്. ചോദ്യം വായിക്കാം. വായിച്ചില്ലേ? ഇനി സെന്റൻസിലേക്ക് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടൈപ്പ് പ്രകാരം ഇഫിന് ശേഷം സബ്ജക്ട് എഴുതിയില്ലേ? ആരാ? രാജു. സിംഗുലറോ പ്ലൂറലോ? അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. V2 ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ വാസോ വേറോ ഡിഡോ ആയിരിക്കണം സബ്ജക്റ്റിനനുസരിച്ച്. അവിടെ മാത്രം ആദ്യത്തതില് V2 ആണോ എന്ന് നോക്കുക. അതും അല്ലെങ്കിൽ രാജുവിന് ശേഷം രാജുവിനനുസരിച്ചുള്ള പാസ്റ്റ് വെർബ് എഴുതുക. ഒന്നല്ലെങ്കിൽ ഡിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വാസ് ആയിരിക്കാം, വേറെ ആയിരിക്കാം. ദ മണി, ഹി, വിൽ എഴുതോ? ഏത് മാത്രമേ വരുള്ളൂ? വുഡ് മാത്രമേ വരുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? വിൽ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കേണ്ടത് വിൽ ഗെറ്റ് ആണോ വിൽ ഗോട്ട് ആണോ? വിൽ ഗെറ്റ് ആണോ വിൽ ഗോട്ട് ആണോ? വിൽ ഗോട്ട് അല്ലേ? ഒട്ട തെറ്റാണ്. വിൽ ഗോട്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമില്ല. ഇതെന്താ? വിൽ എന്നത് ഓക്സിലറി വെർബും, വുഡ് എന്നത് ഓക്സിലറിയും, ഗെറ്റ് എന്നത് മെയിൻ വെർബും ആണ് അല്ലെ? മനസ്സിലാക്കണം. സെന്റൻസ് ഒരു ഓക്സിലറിയും ഒരു മെയിൻ വെർബും അടുത്തടുത്ത് വരികയാണെങ്കിൽ, ഉദാഹരണത്തിന്
കുഡ് പ്ലേ പറയില്ലേ? ഹി കുഡ് പ്ലേ ദി ക്രിക്കറ്റ്. ഉദാഹരണമാണ്, ഒരു സെന്റൻസ് ആണ്. ഹി കുഡ് പ്ലേ ദ ക്രിക്കറ്റ് എന്ന് പറയും. പറയില്ലേ? പറയും. നിങ്ങൾ അറിയേണ്ടത് ഇത്ര മാത്രമാണ്. ഇങ്ങനെ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഹി ക്യാൻ പ്ലേ ദി ക്രിക്കറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, കാരണം എന്താ? ഹീക്ക് ശേഷം ക്യാൻ ഉപയോഗിച്ചു, പ്ലേസ് ഉപയോഗിച്ചു, ദ ക്രിക്കറ്റ് ഉപയോഗിച്ചു. പക്ഷെ ഈ പ്ലേ ഇവിടെ പാടില്ല. കാരണം എന്താ? ക്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് വെർബിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം. ഇവിടെ നോക്കേണ്ടത് ഹീക്ക് ശേഷം കുഡ് വന്നു, പ്ലേ വന്നു. ആദ്യം നമ്മൾ ഓക്സിലറിയെ പാസ്റ്റ് ആക്കണം. ഓക്സിലറി ഏതാ? കുഡ്. നമ്മൾ പാസ്റ്റ് ആക്കി, അതിനുശേഷം പ്ലേ എഴുതി. ഇവിടെ എന്താ? ഇവിടെ നമ്മൾ വില്ലിനെ വുഡ് ആക്കി, വുഡിന് ശേഷം മെയിൻ വെർബിനെ അതുപോലെ നിലനിർത്തി. എന്ത് എഴുതി? വുഡ് ഗെറ്റ് എഴുതി. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഇഫ് രാജു ഇൻവെസ്റ്റഡ് ദി മണി ഹി would get the higher returns. He would get the higher returns. If Raju invested money, he would get the higher returns. ചെയ്യാം, ഒന്നുകൂടി ചെയ്യാം. If they played well, comma, they would win. If they played well, they would win. If they played well, they would win. എഴുതിയല്ലോ? വായിക്കൂ. If they played well, they would win. ഇവിടെ ശ്രദ്ധിക്കൂ. ഇഫ് ദേ പ്ലേഡ് V2 ആണ് അല്ലെ? വെൽ, അവർ നന്നായി കളിച്ചിരുന്നുവെങ്കിൽ അല്ലെ? അവർ വിജയിക്കുമായിരുന്നു. ദേ വുഡ് വിൻ. റൂൾ അനുസരിച്ച് ഒന്നല്ലെങ്കിൽ വുഡ് എഴുതാം, അല്ലെങ്കിൽ കുഡ് എഴുതാം, ഷുഡ് എഴുതാം, മൈറ്റ് എഴുതാം. വുഡ് എഴുതി. പിന്നെ നമ്മൾ വോൺ എഴുതണോ? വിൻ, വോൺ വേണോ? വേണ്ട. എന്ത് എഴുതണ്ടു? വിൻ എഴുതിയാൽ മതി. നമ്മൾ പാസ്റ്റ് ആക്കേണ്ട ഏതിന് മാത്രം? ഓക്സിലറി മാത്രം പാസ്റ്റ് ആക്കാൻ, മെയിൻ വെർബിനെ അങ്ങനെ നിർത്താം. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ്, രണ്ടാമത്തെ ടൈപ്പ് ഒന്നും കൂടി ചെയ്ത് നിർത്താം. ശ്രദ്ധിക്കൂ, ഈ സെന്റൻസ് എഴുതിയോ? ഇഫ് യു ബുക്ക് ദ ടിക്കറ്റ് യു കുഡ് വാച്ച് ദ ഫിലിം. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാമായിരുന്നു അല്ലെ? ഇഫ് യു ബുക്ക്ഡ്, ഡിഡ് പ്ലസ് ബുക്കാണ് എന്ത്? ബുക്ക്ഡ്. ഒന്നല്ലെങ്കിൽ V2 എഴുതണം, അല്ലെങ്കിൽ ഡിഡോ വാസോ വേറെ എഴുതണം. ഇവിടെ ബുക്ക്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? V2 അല്ലേ? ബുക്ക്ഡ് അല്ലേ? ഇവിടെ V2 തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഫ് യു ബുക്ക്ഡ് ദ ടിക്കറ്റ് യു കുഡ് വാച്ച് ദ ഫിലിം. ശരിയല്ലേ?
ഇവിടെ ഒന്നല്ലെങ്കിൽ കുഡ് വരാം, അല്ലെങ്കിൽ ഷുഡ് വരില്ല. ഷുഡ് എപ്പോഴും എന്തിനെ റെസ്പോൺസിബിലിറ്റിനെ കാണിക്കാനേ വരുള്ളൂ. യു കുഡ് വാച്ച് ദ ഫിലിം. നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ കുഡ് എഴുതാമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഈ പാറ്റേണിൽ നമുക്ക് കുഡ് എഴുതാമെങ്കിലും ഇവിടെ വരുമ്പോൾ ഷുഡ് എഴുതാമെങ്കിലും ഇവിടെ വരുമ്പോൾ കുഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഒന്നും കൂടി എഴുതിക്കോ. ലാസ്റ്റ് ഇത് മനസ്സിൽ ഉറപ്പിക്കണം. ഇത് GD പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ പഠിച്ച ടൈപ്പ് 2 ആണ്. പക്ഷെ ടൈപ്പ് 1 പഠിക്കാതെ ടൈപ്പ് 2 പഠിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്റ്റിനെ നോക്കുക. ആദ്യത്തെ ക്ലോസ് എടുക്കുക, അതിലെ സബ്ജക്റ്റിനെ നോക്കുക. ഉദാഹരണത്തിന് ഇഫ് ഹി, അതിനുശേഷം ട്രൈസ്, വിൽ ട്രൈ ആണോ ട്രൈസ് ആണോ തന്നിരിക്കുന്നത് നോക്കുക. ഏതാവും? ട്രൈസ് ആണ് വേണ്ടത്. ചിലപ്പോൾ ട്രൈനാ തരിക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണല്ലോ, അതിനുശേഷം വരേണ്ട വെർബ് എസ് ചേർത്തതാണല്ലോ, അതുകൊണ്ട് ട്രൈസ് എന്ന് എഴുതണം. അത് എഴുതാം. അത് കഴിഞ്ഞാൽ മെയിൻ ക്ലോസിലേക്ക് നോക്കുക. മെയിൻ ക്ലോസ് ആയിട്ടുള്ള ഇഫ് യു ട്രൈസ് വെൽ യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് എന്നാണ് ചോദ്യമെങ്കിൽ യു വിൽ നോക്കുക, വിൽ എന്നല്ലേ നോക്കുക. ഓക്കെ, യു വിൽ ഗെറ്റ്, അവിടെ ഗോട്ട് എഴുതിയിട്ട് നോക്കണം. അവരെന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഗെറ്റ് ഗോട്ടാക്കാൻ അപ്പോഴത്തെ ടെൻഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വരില്ല. ശ്രദ്ധിച്ചാൽ മതിയാകൂ. വില്ലിന് ശേഷം ഗെറ്റ് തന്നെയല്ലേ, അല്ല അതിനെ പാസ്റ്റ് ആക്കിയിട്ട് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക? യു വിൽ ഗെറ്റ് ദി ഹൈ മാർക്സ്. കിട്ടിയില്ലേ? ഇത് ഓർക്കുക. രണ്ടാമത്തെ ഇതിലും അതെ. ഇഫ് ക്ലോസിൽ നിങ്ങൾ നോക്കേണ്ടത് V2 ആണോ എന്ന് നോക്കുക. വെർബിന്റെ V2 ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഡിഡോ വാസോ വേറോ വന്നിട്ടുണ്ടോ നോക്കണം. മെയിൻ ക്ലോസിൽ എന്ത് നോക്കണം? കുഡ്, ഷുഡ്, വുഡ്, മൈറ്റ്, ഇവ ഏതെങ്കിലും ഒന്നിൽ വരുന്നതാണോ എന്ന് നോക്കണം. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തത്, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്യാം. If I asked them, they would help me. എഴുതില്ലേ? If I asked them, they would help me. ഞാൻ അവരോട് സഹായം ചോദിച്ചിരുന്നുവെങ്കിൽ അവരെന്നെ സഹായിക്കുമായിരുന്നു. അല്ല സെന്റൻസിന്റെ അർത്ഥം. ഇവിടേക്ക് നോക്കുക. ഐക്ക് ശേഷം V2 ആണ്. ആസ്ക്ഡ്, അതിലെ ആസ്ക്ഡ് ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ആണ്. ദം ഒരു പ്രശ്നമില്ല. കോമ മെയിൻ ക്ലോസിലേക്ക് പോകുമ്പോ ദേ വുഡ്, ശരിയല്ലേ? വുഡ് അല്ലേ? വുഡാണ്. വുഡിന് ശേഷം ഹെൽപ്പിന്റെ ബേസ് ഫോം ആണെന്ന് നമ്മൾ നോക്കണം. അവിടെ ഹെൽപ്പ് തന്ന തെറ്റാ. കാരണം എന്താ? അവിടെ എന്താ വേണ്ടു? V1 മാത്രം മതി. ഇതിനെ മാത്രം ഓക്സിലറി വെർബിനെ മാത്രം നിങ്ങൾ പാസ്റ്റ് ആക്കിയാൽ മതി. ഹെൽപ്പ് മീ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് 3 നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3യോട് കൂടിയിട്ട് കണ്ടീഷണൽ ക്ലോസ് അവസാനിക്കുന്നു. നോക്കാം. എഴുതിക്കോളൂ. ടൈപ്പ് 3 ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഈ ടൈപ്പിൽ പറയുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് ചേർന്ന് വരുന്ന ഭാഗത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ബ്രാക്കറ്റില് ഹാഡ് പ്ലസ് PPV
had plus PPV or had plus been or had plus had. ഇത് മൂന്നും വരാം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് ക്ലോസിൽ ഇഫിന് ശേഷം വരുന്ന ഭാഗം പാസ്റ്റ് പെർഫെക്റ്റിലാകും. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം ഏതാണ്? ഒന്നല്ലെങ്കിൽ ഹാഡ് പ്ലസ് PPV. PPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് അഥവാ V3 ഫോം. കിട്ടിയോ? ഏതൊരു വെർബിന്റെയും V3 ഫോമിനെ പറയുന്ന പേരാണ് എന്ത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3. കിട്ടിയില്ലേ? V3. ഇനി മെയിൻ ക്ലോസിൽ would have, should have, should have, would have, should have, might have, could have, could have. എന്നിവ ഏതെങ്കിലും ഒന്ന് എഴുതിയതിനു ശേഷം വെർബിന്റെ V3 ഫോം എഴുതണം. അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അതായത് ഇഫിന് ശേഷം സബ്ജക്റ്റിന് ശേഷം അല്ലെ? ഇഫിന് ശേഷം സബ്ജക്റ്റ് എഴുതി. അയ്യോ, ഹിയോ, ഷിയോ. സബ്ജക്റ്റിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം അല്ലെ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? സോറി, പാസ്റ്റ് പെർഫെക്റ്റ് എഴുതണം. പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? എന്താ പാസ്റ്റ് പെർഫെക്റ്റ്? ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ഇത്രയും എഴുതണം. ശേഷം മെയിൻ വെർബിൽ എന്ത് എഴുതണം? കോമയ്ക്ക് ശേഷം മെയിൻ വെർബിൽ സബ്ജക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് V3 എഴുതണം. അല്ലെങ്കിൽ would have, should have, could have, might have. ഇനി ശേഷം എന്ത് എഴുതണം? V3 എഴുതണം. കിട്ടിയില്ലേ? ഇനി ആദ്യത്തെ ഒരു സെന്റൻസ് ഞാൻ പറയാം, എഴുതിക്കോളൂ. If he had written, if he had written very well, he would have got first prize. If he had written very well, he would have got first prize. മൂന്നാമത്തെ ടൈപ്പാണ്, ശ്രദ്ധിക്കുക. ആസ് പെർ ദി റൂൾ
ഇഫിന് ശേഷം സബ്ജക്ട് എഴുതി സബ്ജക്റ്റിന് ശേഷം ഹാഡ് പ്ലസ് V3 എഴുതാം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ എഴുതാം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ഹാഡ് എഴുതാം. ഇഫ് ഹി ഹാഡ് റിട്ടേൺ, ശരിയല്ലേ? റൈറ്റ്, റോട്ട്, റിട്ടേൺ. അപ്പൊ ഇഫ് ഹി ഹാഡ് റിട്ടേൺ വെരി വെൽ, ഹി വുഡ് ഹാവ്, ശരിയല്ലേ? ഹി വുഡ് ഹാവ് ഗോട്ട് V3. നമ്മൾ V3 എഴുതാൻ പറഞ്ഞില്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3, ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. എഴുതിക്കോളൂ. അടുത്തത് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇഫ് ഐ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും നടക്കാത്ത കാര്യമാണോന്ന്. ഇപ്പൊ എഴുതിയ കാര്യം ആ ഒരു അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ നടക്കാത്ത കാര്യം എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. വളരെ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ അറിയാം, ഞാൻ ഒരു ഡോക്ടർ ആയി മാറുമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു? പാവപ്പെട്ടവരെ ചികിത്സിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ എഴുതേണ്ടത് 4 ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. ഓപ്ഷൻ 4 എണ്ണം ഉണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക, എഴുതുക. എഴുതിക്കോളൂ. എഴുതില്ലേ? ഏതാ? ഹാഡ് ബീൻ. കിട്ടിയില്ലേ? വെരി ഗുഡ്. കാരണം എന്താ ഹാഡ് ബീൻ വരാൻ കാരണം? കണ്ടീഷൻ ഇഫ് ക്ലോസിൽ ടൈപ്പ് 3ൽ ആദ്യത്തെ ഇഫിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ഒന്നല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ, അതുമല്ലെങ്കിൽ ഹാഡ് പ്ലസ് ഹാഡ്. ഏത് വന്നാലും കുഴപ്പമില്ല. ഹാഡ് പ്ലസ് ഹാഡ് എന്ന് പറഞ്ഞാൽ 2 ഹാഡ് അടുപ്പിച്ച് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈശ്വര സെന്റൻസ് തെറ്റാന്ന് വിചാരിക്കും. അതായത് ഇഫ് ഹി ഹാഡ് ഹാഡ് സെന്റൻസ് തെറ്റല്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് എഴുതിക്കോളൂ. എഴുതില്ലേ? ഇഫ് ദേ ഡാഷ് വെൽ they would have won the match. Had played, have played, had played, had been playing. പറയൂ. ഹാഡ് പ്ലേഡ് ആണോ? ഹാഡ് പ്ലേഡ് ആണോ? പിന്നെ ആരാ എന്ന് പറഞ്ഞു?
ഹാർഡ് ബ്ലഡ് ആണ്. ഇത് എഴുതി എത്ര പേരുണ്ട്? ഓപ്ഷൻ എ എഴുതി എത്ര പേരുണ്ട്? ഓക്കെ, ഇത് തെറ്റാണ് അല്ലേ? ഒന്നെന്താ, ഇഫിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ഏത് എഴുതണം? ഹാഡ് വരുന്നത് എഴുതാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഹാവ് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. മാത്രല്ല ഈ പ്രയോഗം തന്നെ തെറ്റാ. ഹാവിന് ശേഷം, ഹാസിന് ശേഷം, ഹാഡിന് ശേഷം വെർബിന്റെ V3 ഫോം എഴുതണം. ഇവിടെ പ്ലേ അല്ലല്ലോ, തെറ്റാണ്. ഇവിടെ ഇതും തെറ്റല്ലേ? ഹാഡ് പ്ലേ എന്ന് പറയില്ല, ഹാഡ് പ്ലേഡ് തന്നെ ഉപയോഗിക്കണം. ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് ഓപ്ഷനാണ്. അപ്പൊ നൺ ഓഫ് ദീസ് ആണ്, പക്ഷെ കയ്യിൽ നിന്നിട്ടാണ്. ഒന്നുകൂടി തരാം, ചെയ്യാം. If I had Okay, if I had dash him, I dash have told with you. ഇത് ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ആ സെന്റൻസിന്റെ അർത്ഥം പറഞ്ഞുതരാം. ഇവിടെ ഏതാ? ഉറക്കെ പറയൂ. മെറ്റ്. വെരി ഗുഡ്. കാരണം എന്താ? ഹാഡിന് ശേഷം V3 ഉപയോഗിക്കാൻ പാടുള്ളൂ. മീറ്റ്, മെറ്റ്, മെറ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അതിനുശേഷം ഐക്ക് ശേഷം വില്ല് ഉപയോഗിക്കോ? ഇല്ല. ഫസ്റ്റ് ടൈപ്പിൽ മാത്രമേ വില്ല് ഉപയോഗിക്കൂ. വുഡ് ഉപയോഗിക്കോ? വുഡ് ഉപയോഗിക്കോ? ഉപയോഗിക്കും. വുഡ് ബി, വിൽ ബി, ഇല്ല. വുഡ് ഉപയോഗിക്കും. കിട്ടിയില്ലേ? ഈ ടൈപ്പ് മനസ്സിലായോ? ഇന്ന് നമ്മൾ ഇഫ് ക്ലോസിലെ അല്ലെങ്കിൽ ഒരു മാർക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്. GD-യിലെ ഇംഗ്ലീഷിലെ ഒരു മാർക്ക്, ഇതിൽ നിന്നും ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. കോർ പാർട്ടാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. നിങ്ങളത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാർക്ക് സ്കോർ ചെയ്യാം. ഇംഗ്ലീഷിനെ നമ്മളിനി കാണേണ്ടത് വളരെ ലഘുവായിട്ടാണ്. മാത്രമല്ല മത്സര പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് ഇംഗ്ലീഷ്. മൈനസ് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എല്ലാവരും പരീക്ഷയെ പറ്റി ആലോചിക്കുക. പരീക്ഷയെ പറ്റി ആലോചിച്ച് എന്ത് ചെയ്യണ്ട? ടെൻഷൻ അടിക്കേണ്ട. വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഈ വർഷത്തിൽ തന്നെ നല്ലൊരു ജോലി നിങ്ങളെ തേടി വരട്ടെ. ആശംസിക്കുന്നു. ബൈ.